110ാമത്തെ വയസ്സിൽ വിവാഹിതനായ ഒരു മനുഷ്യൻ ശേഷം ഒരു പെൺകുട്ടിയുടെ പിതാവുമായി ഇപ്പോഴിതാ സൗദി അറേബ്യയുടെ ഏറ്റവും പ്രായം കൂടിയ പൗരനായിട്ടുള്ള ഷെയ്ഖ് നാസർ ബിൻ റാദർ അൽ റാഷിദ് അൽ വദായി മരണപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. 142ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. 110ാമത്തെ വയസ്സിൽ വിവാഹിതനായി 142ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. നാസറിന്റെ പ്രായവും ജീവിതവും ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹം 110ാം വയസ്സിൽ വിവാഹിതനാവുകയും പിന്നീട് ഒരു പെൺകുഞ്ഞിന്റെ പിതാവാവുകയും ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായിരുന്നു. 110ാം വയസ്സിൽ പിതാവായതിന് പിന്നാലെ അനേകം ആരോഗ്യ വിദഗ്ധർ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും മാനസിക നിലയെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും പഠിക്കാനായി എത്തിയിരുന്നു. നിരവധി പഠനങ്ങളും നടത്തിയിരുന്നു. സൗദി അറേബ്യയുടെ സ്ഥാപക രാജാവായ അബ്ദുൽ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ സൗദിന്റെ കാലഘട്ടം മുതൽ നിലവിലെ രാജാവായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെ കാലം വരെ നീണ്ടതായിരുന്നു നാസറിന്റെ ജീവിത കാലയളവ്. രാജ്യം മരുഭൂമികളും മണൽക്കൂനകളിലും നിന്ന് അത്യാധുനിക നഗരങ്ങളായി മാറുന്നതിന് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. അടിസ്ഥാന സൗകര്യം, സമ്പദ് വ്യവസ്ഥ, വികസനം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ രാജ്യം കൈവരിച്ച എല്ലാ മാറ്റങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായി. കടുത്ത മതവിശ്വാസിയായിരുന്നു നാസർ. 40 തവണ ഹജ്ജ് തീർത്ഥാടനം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസമാണ് ദീർഘായുസ്സിന് പിന്നിലെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ചിട്ടയായ ജീവിതശൈലിയും സാധാരണ ഭക്ഷണ രീതികളുമാണ് അദ്ദേഹത്തിന് 142 വയസ്സ് വരെ ജീവിക്കാൻ അവസരം നൽകിയതെന്നും ചിലർ വിലയിരുത്തുന്നു. 134 പേരടങ്ങുന്ന വലിയൊരു കുടുംബത്തിന്റെ കാരണവർ കൂടിയായിരുന്നു നാസർ. സൗദിയിലെ ഏറ്റവും അറിയപ്പെടുന്നതും ബഹുമാനപ്പെടുന്നതുമായിട്ടുള്ള കുടുംബങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റേത്. റിയാദിൽ നടന്ന അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.